ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചേമ്പന്താൾ കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ചീകി വൃത്തിയാക്കണം. എല്ലാം കഴിഞ്ഞാൽ ഈ പരുവത്തിലെടുത്തിട്ട് അരിഞ്ഞ് ഇനി ഇതിലും ചെറുതാക്കും. ഇതിലും ചെറുതായിട്ട് ഇതേപോലെ ചെറുതാക്കും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അത് ഈ പരുവത്തിലാവും. എന്നിട്ട് നമ്മൾ പിഴുപുള്ളി എടുത്ത് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കണം. പിന്നെ അതേപോലെ തേങ്ങ, ജീരകം, ഇച്ചിരി മുളക് പൊടി, രണ്ട് മൂന്ന് കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ വെച്ചരയ്ക്കണം. അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാണ് ഇതേപോലെ. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്നത് ചട്ടിയിലോട്ടിടുക. ചട്ടിയിലോട്ടെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് തിളയ്ക്കണം. തിളച്ച് നല്ല പരുവായി വരുമ്പം ഈ അരപ്പ് അതിലോട്ട് ഇട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് അതെല്ലാം ഒന്ന് മിക്സായി വരുമ്പം നമ്മൾ കടുക് വറക്കും. അതിന് കൊച്ചുള്ളിയും കറിവേപ്പിലയും എല്ലാം കൊണ്ട് കടുക് വറക്കും. കടുക് വറുത്ത് അതിലോട്ട് താളിക്കും. അതിലോട്ട് താളിച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഈ പിഴുപുള്ളി നമ്മൾ അതിൽ ഒഴിച്ചായിരുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചേമ്പന്താൾ കറി റെഡി.